സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രവർത്തനം തടസ്സപ്പെട്ട വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഫാക്ടറി വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു. മലബാർ മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാൻ ബ്രഹ്മഗിരി സൊസൈറ്റിയും സെഡാർ ഗ്രൂപ്പും ധാരണയായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ധാരണാപത്രം ഒപ്പിട്ടേക്കും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, 2022 പൊട്ടിപ്പോയതാണ്. പല കാരണങ്ങൾ, കോവിഡ്, പ്രളയമൊക്കെ ഉണ്ടായി, ഈ പറയുന്ന മൂലധന സമാഹരണം പ്രശ്നമുണ്ടായി, അറവമാടുകളെ കിട്ടാതായ പ്രശ്നമുണ്ടായി, അങ്ങനെ പല പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. പരിഹരിക്കപ്പെട്ടോ അതെല്ലാം സുർജിത്ത്? പൂർണ്ണമായും പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല അശ്വി. കാരണം നിക്ഷേപകർക്ക് അവരുടെ പണം മടക്കി നൽകിയാൽ മാത്രമേ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത്തരം പരിഹാര നടപടികളിലേക്ക് ബ്രഹ്മഗിരി വളരെ ഗൗരവപൂർവ്വം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ ചില ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവർ നൽകിയ വിവരമനുസരിച്ചാണ് ഇപ്പോൾ സിഡാക് എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഏജൻസിയുമായി മീറ്റ് ഫാക്ടറി തുറന്നു പ്രവർത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. സെഡാർ ഗ്രൂപ്പുമായി ധാരണാപത്രം 2 ആഴ്ചയ്ക്കുള്ളിൽ ഒപ്പിടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വലിയ വിവാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നിക്ഷേപകർക്ക് പണം കൃത്യമായി മടക്കി നൽകാൻ കഴിയാത്ത അവസ്ഥ. അതുമൂലം നിരവധി പേരാണ്, 600ഓളം പേരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതിൽ 90% പേരും CPIM-ന്റെ അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടുള്ള ആളുകളാണ്. അവർക്കാണ് ഈ വലിയ പ്രശ്നം നേരിടുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന കൃഷ്ണപ്രസാദ് ഇപ്പോൾ നിലവിൽ കർഷക സംഘത്തിൻ്റെ നേതാവായ, ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ നേതാവായ കൃഷ്ണപ്രസാദിൻ്റെ സ്ഥലം പോലും, അതായത് ചെയർമാൻ്റെ സ്ഥലം പോലും ജപ്തി ഭീഷണി നേരിടുന്നൊരവസ്ഥയുണ്ട്. 2 കോടിയോളം രൂപയാണ് ആ സ്ഥലം വെച്ച് അദ്ദേഹം വായ്പ ഈ ബ്രഹ്മഗിരിക്ക് വേണ്ടി എടുത്തത്. ആ സ്ഥലം പോലും ജപ്തി ഭീഷണി നേരിടുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഇതിൻ്റെ തലപ്പത്തുള്ളവർ വരെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിക്ഷേപകർക്ക് സ്വാഭാവികമായി പ്രശ്നം ഒരുപാട് വഞ്ചനയ്ക്കായി എന്ന് ആരോപിക്കാം. രാഷ്ട്രീയമാണ് മാത്രമല്ല, 14 ലക്ഷം രൂപ നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതിയ സംഭവമൊക്കെ നമുക്ക് മുന്നിൽ ഈ ദിവസങ്ങൾ വന്നതാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.